കല്യാണം കഴിഞ്ഞ് നിയമലംഘന യാത്ര. കോഴിക്കോട് വടകരയിൽ കാറിന്റെ വാതിലിലിരുന്ന് നിയമലംഘന യാത്ര നടത്തി. വിവാഹ പാർട്ടിയുടെ റീൽ ചിത്രീകരണത്തിനിടെയാണ് നിയമലംഘന യാത്ര നടത്തിയത്. സംഭവത്തിൽ എടച്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നു. ആ നിയമലംഘന യാത്രാ ദൃശ്യങ്ങൾ കാണാം. അബിന പി ചിറക്കൽ കോഴിക്കോട്ട് നിന്ന് ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. ഈ ദൃശ്യങ്ങൾ പ്രകാരം രണ്ട് കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ വാതിലിൽ ഇരുന്നു കൊണ്ട് ഉള്ള നിയമലംഘന യാത്ര. മറ്റൊന്ന്, അത് ചിത്രീകരിക്കാനും മറ്റും വേണ്ടി മറ്റൊരു കാറിൻ്റെ ഡിക്കി തുറന്നിട്ട് അതിൻ്റെ പിറകിൽ ഇരുന്നു കൊണ്ട് ഉള്ള ഒരു ചിത്രീകരണം. സാധാരണഗതിയിൽ സിനിമയുടെയും മറ്റും ഷൂട്ടിംഗ് വേളയിൽ പോലീസിൻ്റെ അനുവാദം വാങ്ങിയതിന് ശേഷം ഡിക്കി തുറന്ന് അവിടെ ഇരുന്നു കൊണ്ട് പ്രത്യേക സംവിധാന പ്രകാരം ഉറപ്പിച്ചിരുന്നു കൊണ്ടുള്ള ചിത്രീകരണം നടക്കാറുണ്ട്. ഇവിടെ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കേസെടുത്തത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ വാതിലിൽ ഇരുന്ന് യാത്ര ചെയ്യുക എന്ന് പറയുന്ന പരസ്യമായ നിയമലംഘനവും നടന്നിരിക്കുന്നു. ആർക്കൊക്കെതിരെയാണ് കേസ്? വരനും വധുവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരവും അതുപോലെ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ അറിവോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള ഷൂട്ടിങ്ങുകൾ നടത്താൻ പാടുള്ളൂ എന്നുള്ളത് നേരത്തെ കൊയിലാണ്ടിയിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിന് ശേഷം ഒരു തീരുമാനം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 ഈ സംഭവം നടക്കുന്നത്. വധുവിന്റെ വീട്ടിൽ നിന്നും വരന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. കാറിന്റെ ഡിക്കിയിൽ ഇരുന്നു കൊണ്ട് ക്യാമറമാൻ ഈ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ചിത്രീകരിക്കുന്നതിന് മുൻപിലായിട്ട്, അതായത് ഈ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ വരന്റെ സുഹൃത്തുക്കൾ ഈ കാറിന്റെ വാതിൽ ഡോറിൽ നിൽക്കുന്നതും കാണാം. അതോടൊപ്പം തന്നെ അമിത വേഗതയിലാണ് ഈ വാഹനങ്ങൾ പോകുന്നത് എന്നുള്ളതും, വളരെ അപകടകരമായ രീതിയിലാണ് വാഹനങ്ങൾ ഓടിച്ചിരിക്കുന്നത് എന്ന് തന്നെ വളരെ വ്യക്തമാണ്. മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് പോലും കൃത്യമായി നോക്കാതെ ഉള്ളൊരു യാത്ര തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് കേസെടുക്കുകയാണ്. പോലീസ് സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ മറ്റു നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ശരി, കോഴിക്കോട് വടകരയിൽ വിവാഹ പാർട്ടിക്ക് ശേഷം കാറിന്റെ വാതിലിരുന്ന് അപകടയാത്ര നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. അബിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.